ഹായ് ഫ്രണ്ട്സ്, ബിജി രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിജി രമേശ് വ്ളോഗ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയും വേണം കേട്ടോ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് നടന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പാട്ടാണ് കേട്ടോ. കന്നിപ്പെണ്ണേ കൺകതളിക്കണ്ണേ, ആ പാട്ടായിരുന്നു. രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പം അവർക്കൊരു എനർജി കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ പാട്ട് ഇട്ട് കൊടുക്കുമ്പം ഒന്നിച്ച് വീട്ടുകാരെ ബന്ധുക്കളെ ആരെയും കാണാൻ നിൽക്കുകയില്ല. അപ്പോൾ ഈ പാട്ടും കൂടി ആകുമ്പോൾ അവരെല്ലാം മറന്നൊന്ന് കളിക്കും, ഒരു എനർജി അവർക്ക് വരും. നല്ല അടുത്ത് അടി കൂടാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ അടി. എന്താണെന്നറിയാവോ, നമ്മുടെ സിബിനും സായിയും അതുപോലെ തന്നെ ജാസ്മിനും സംസാരിച്ചിരുന്ന സമയത്ത് അവിടെ ജിൻഡപ്പൻ കടന്നു വരികയാണ്. ഇത് ജാസ്മിനെ, നിൻ്റെ ടിഷ്യൂ പേപ്പർ അവിടെ ഇരിക്കുകയില്ലേ? അപ്പോൾ ജാസ്മിൻ, ഇല്ല ഞാൻ അവിടെ ഡസ്റ്റ്ബിൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീതു പറഞ്ഞു, ശ്രീതുവും കൂടെ ഉണ്ടായിരുന്നു. ഇല്ല നിൻ്റെ ബെഡിനകത്ത് നീ ചുരുട്ടി വെച്ചിരിക്കുന്നു. അയ്യോ അത് ഞാൻ മേക്കപ്പ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ചുരുട്ടി വെച്ചിരിക്കുന്നത്, അത് മേക്കപ്പ് ഒന്നും ആയിട്ടില്ലടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, താൻ കൊണ്ട് കേസ് കൊടുക്ക്. ഇനി ഞാൻ കേസ് എടുക്കുകയല്ല, അപ്പോൾ ഞാൻ കൊടുക്കില്ല, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഓ അറിയാം, ഭയങ്കര മാസ് ഡയലോഗ് എന്ന രീതിയിൽ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്നറിയാമോ, ഇവർ ജാസ്മിന് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ജിൻഡോ നോക്കിയപ്പോൾ ഇതാ സിബിനെ, അതെന്താ അവിടെ ചെരുപ്പ് കിടക്കുന്ന, ആരെ ചെരുപ്പാണ് അവിടെ, ജാസ്മിൻ്റെ ആണോ? അപ്പോഴത്തേക്ക് സിബിൻ പറഞ്ഞു, അവളങ്ങനെ ചെരുപ്പെടുത്തുന്നില്ലല്ലോ. അത് ശരിയാണ്, അവൾ ബാത്റൂമിൽ പോലും ചെരുപ്പിടാതാണ് പോകുന്നത്. എടി നീ ബാത്റൂമിൽ പോലും ചെരുപ്പിടാതെ നടക്കുന്നവളാണ്, നീ എന്നിട്ട് സോഫയിൽ കയറി കാലും വെച്ചിരിക്കുന്നു, അവിടെ ഞങ്ങൾക്ക് കയറി ഇരിക്കേണ്ടതില്ല. അപ്പോൾ സിബിൻ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ചെസ്റ്റ് നമ്പർ 2 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ പിടിക്കാത്ത വള്ളിയാണ്, നീയായിട്ട് തന്നെ എനിക്ക് തരുന്ന വള്ളികളാണ് ഓക്കെ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ജിൻഡോയും ജാസ്മിൻ നല്ല ഉടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ജിൻഡോയോട് പറയും, താൻ ബാത്റൂമിൽ കുപ്പി കൊണ്ടുപോകുന്നതോ അതില്ലേ, താൻ എന്താണ്, താൻ മാത്രമല്ല മാങ്ങാണ്ടി പറിക്കാൻ വന്നത്, ഞങ്ങളൊക്കെ അതിന് തന്നെയാണെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജിൻഡോ പോയി ക്യാമറ നോക്കി പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇവൾക്കൊരു ചെരുപ്പ് കൊടുക്കണം, ഇവൾ ഇവിടെ ചെരുപ്പ് ഇല്ലാതെ നടക്കുന്നത്, ക്ലോസറ്റിൻ്റെ ഡോറൊക്കെ പൊട്ടിക്കുന്നുണ്ട്, ആരാണെന്നൊരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്തു കേട്ടോ. പാവം ആ വിഷമത്തിൽ പോയി കിടന്ന് ഉറങ്ങിപ്പോയി, പട്ടി കുറച്ചു. പിന്നെ പവർ ടീം പനിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അറിയുമ്പോൾ നോറയും നമ്മുടെ അർജുനും അത് ഗബ്രി അതുപോലെ നന്ദനൊക്കെ വാഷ്റൂമിൽ സംസാരിക്കുന്നുണ്ട്. നോറയ്ക്ക് എപ്പോഴും വാഷ്റൂമിൽ പോക്കാണല്ലോ, ഇന്ന് സംസാരിക്കാനായിട്ട് ദേഷ്യപ്പെട്ട് വരുമ്പോഴത്തേക്ക് നേരെ ഓടി വാഷ്റൂമിനകത്ത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിൻഡോയും സിബിനും ജാസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നോറ വിചാരിച്ച് നോറയാണ് പറയുന്നതെന്ന്. എന്നിട്ട് പറയാണ്, അവളെ ചുമ്മാ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്തതാണ്. ഈ സമയം ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്, ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും 2 പോയിന്റ് ഇട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് പവർ ടീമുകാർക്ക് തീരുമാനം എടുക്കുക ആരെ മത്സരിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു ഡിസ്കഷൻ എടുത്തിട്ട് എല്ലാവരുടെയും കൂട്ടായ തീരുമാനം. ജാൻമണിക്ക് മാത്രം അൻസിബയുടെ ടീമിനെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നെക്സ്റ്റ് ടീമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. അതായത് തീവാറുന്ന മത്സരത്തിന് വേദിയാകുവാൻ പോകുന്ന ബിഗ് ബോസ് ഹൗസ്. അങ്ങനെ എല്ലാവരും എന്താണ് ഏത് ടാസ്കാണെന്ന് ഇങ്ങനെ ഉത്സാഹത്തോടെ ഇരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സായിയാണ് നെക്സ്റ്റ് ടീമിൽ നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ പവർ ടീമിൽ നിന്നും ഋഷിയാണ്. അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ പോകുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സിബിനും ഋഷിയും കൂടെ വന്നിരിക്കുകയാണ്. പവർ റൂം വിട്ടുകൊടുക്കില്ല എന്ന വാക്സിയിൽ പവർ ടീമും പവർ റൂം എങ്ങനെയും നേടണമെന്ന രീതിയിൽ നമ്മുടെ സായിയുടെ ടീം അത് അകത്തേക്ക് വരുവാണ്. ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും വന്നിട്ട് അവർക്ക് ഒരു ഒരു പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, ഞാണിമേൽ കളി പോലെ കേട്ടോ. അപ്പോൾ 2 റിങ്ങുണ്ട് ഒരു കയറിൽ. അപ്പോൾ അത് ഒരു റിങ് കാലിൽ പിടിച്ച് ബാലൻസ് ചെയ്യുക, മറ്റേ റിങ്ങിൽ ബ്രെഡ് തൂക്കിയിട്ടേക്കും കേട്ടോ. അപ്പോൾ ആ ബ്രെഡ് കഴിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്രെഡ് ആരാണോ കഴിക്കുന്നത് അവർ വിജയിക്കും. ഓക്കെ, പക്ഷെ നമ്മുടെ സായിക്ക് ബ്രെഡ് ഇഷ്ടമാണ്. സായി അത് പിന്നീട് പറയുന്നത്, എനിക്ക് ബ്രെഡ് ഇഷ്ടമാണ്, വീറ്റ് ബ്രെഡൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് സായിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നതും സായി തന്നെയാണ് ജയിച്ചിരിക്കുന്നതും. ഈ ടീമിനെ നിയന്ത്രിക്കുന്നത് ഈ ക്യാപ്റ്റനാണ് കേട്ടോ, ജിൻഡോയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ടീമാണ് 1 പോയിന്റ് നേടിയിരിക്കുന്നത്. സായി ബ്രെഡ് കഴിച്ചു, ഏറ്റവും കൂടുതൽ ബ്രെഡ് കഴിച്ചു, സായി വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിന് 3 റൗണ്ടാണ് കേട്ടോ. ഈ പവർ റൂം ചലഞ്ചിനകത്ത് 3 റൗണ്ടാണുള്ളത്. അപ്പോൾ ആദ്യത്തെ റൗണ്ടാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ റൗണ്ട് എന്താണെന്ന് പറയാം. രണ്ടാമത്തെ റൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടി കൊടുക്കും, ബാഗ് പോലെ. അതിങ്ങനെ കയറിൻ്റെ 2 അറ്റത്ത് വിട്ടിട്ട് ബാലൻസ് ചെയ്ത് ജ്യൂസ് കുടിക്കുക. ഓക്കെ, നമ്മൾ ബാഗ് തൂക്കുന്ന പോലെ 2 അറ്റത്ത് ഇങ്ങനെ, അതും ഒരു ഞാൻമേൽ കളി തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ നോറയും സിബിനുമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നിന്ന് നോറയും പവർ ടീമിൽ നിന്നും സിബിനുമാണ് വന്നിരിക്കുന്നത്. സിബിൻ 7 ഗ്ലാസ് ജ്യൂസ് കുടിച്ച് അടിപൊളിയായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ പോയിന്റ് 1-1. നമ്മുടെ നെക്സ്റ്റ് ടീം 1, പവർ ടീം 1. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ആരായിരിക്കുമെന്ന് 3ാമത്തെ റൗണ്ടിൽ നമുക്കറിയാം. അതിനുശേഷം നോറ
വന്നിട്ട് എല്ലാവരുടെ അടുത്തും സോറി പറയുന്നുണ്ട്, സോറി ഗെയ്സ്. അപ്പോൾ പറയും ഓ അതും സാരമില്ല, ഇറ്റ്സ് എ ഗെയിം അല്ലേ. ഇത് നമ്മുടെ ആര് പറയും നന്ദനയൊക്കെ സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ ഉറങ്ങിയതുകൊണ്ട് അവർ പനിഷ്മെൻറ്റ് കൊടുക്കണം എന്ന രീതിയിൽ അവർ പിന്നെ പൂജയോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ജാസ്മിനും അതുപോലെ തന്നെ അഭിഷേക് ജയദേവ് സംസാരിക്കുന്നുണ്ട്. മൂന്നാമത്തെ റൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ റൗണ്ടിൻ്റെ പേര് വേറെ ഒന്നുമല്ല, ആവേശം. ആക്ടിവിറ്റി ഏരിയയിൽ പോവുക, ഒരു എന്താ പറയുക ബോക്സ് പോലെ ഫുട്ബോൾ ഗ്രൗണ്ട്, അതിനകത്ത് കയറി ഇരുന്ന് ഫുട്ബോൾ കളിക്കുക. എപ്പോഴങ്ങനെ നമ്മുടെ സിബിൻ കമൻട്രി പറഞ്ഞു, പിന്നെ അത് റസ്മിൻ കമൻട്രി പറഞ്ഞു കേട്ടോ. അപ്പോൾ സിബിൻ നിഷ്പക്ഷമായി കമൻട്രി പറയണമെന്ന് ബിഗ് ബോസ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ഋഷിയാണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സായിയും വന്നിട്ട് നമ്മളെ ജാസ്മിൻ പറഞ്ഞു, ഓ നല്ല സൂപ്പർ പവർ ടീം, അവന്മാർ എങ്ങനെയെങ്കിലും അവിടെ നടക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ സായിക്ക് വേണ്ടി ഞാൻ ആർപ്പ് വിളിക്കുകയായിരുന്നു, പക്ഷേ പറ്റില്ല. കാരണം ഋഷി നല്ല ബാലൻസ് എടുത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജാൻമണി ഭയങ്കര ഹാപ്പി, കാരണം ഒരു പ്രാവശ്യം കൂടി ഇനി നോമിനേഷൻ ഇല്ലാതിരിക്കാമല്ലോ എന്നുള്ള സന്തോഷം ആർക്കുണ്ട്, ജാൻമണിക്കുണ്ട്. അങ്ങനെ അവിടെ ആ റൗണ്ട് കഴിഞ്ഞിരിക്കും. അതിനുശേഷം വന്നിരിക്കുന്ന ഒരു സ്പോൺസർ പ്രോഗ്രാം ഉണ്ട്, ഇറ്റ്സ് സ്കീ ടൈം. അതായത് വേറെ ഒന്നുമല്ല, സ്കീ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിങ്ങനെ മാഗ്നറ്റിക് ബോർഡ് പോലെ വെച്ചിരിക്കും, പസിലാണ്. അപ്പോൾ 2 ടീമായിട്ട് തിരിയുക, 2 ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരിക. അപ്പോൾ വന്നതിന് ശേഷം 2 സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കുക, ഇറ്റ്സ് സ്കീ ടൈം എന്ന് പറയുക. കഴിച്ചതിന് ശേഷം നേരെ ഓടുക, പസിലെടുക്കുക, ആ മാഗ്നറ്റിക്കിൽ ഏത് ഐസ്ക്രീമാണോ കഴിച്ചിരിക്കുന്നത് അതിൻ്റെ സംഭവം എടുത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനുമാണ്. ഗബ്രിയുടെ ജിൻഡോയുടെ ഒരു ടീം, ജാസ്മിൻ്റെ ഒരു ടീം. അപ്പോൾ ജിൻഡോയുടെ ടീമിന് വേണ്ടി വന്നിരിക്കുന്നത് ആദ്യം ഗബ്രിയാണ്, പിന്നെ ജാസ്മിൻ്റെതിന് ജാസ്മിൻ തന്നെയാണ്, പക്ഷേ ജയിച്ചിരിക്കുന്നത് ഗബ്രിയാണ് ജിൻഡോ ടീമിന് വേണ്ടി 1. ഓക്കെ, അത് ശ്രീതുവും റസ്മിനുമാണ് ജാസ്മിൻ ടീമിന് വേണ്ടി പോയിന്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ജിൻഡപ്പൻ്റെ ടീം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് അവർ നന്നായിട്ട് അവർ എൻജോയ് ചെയ്തു. ഐസ്ക്രീം കഴിക്കാമല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് പങ്കെടുക്കുന്നവർക്ക് ഐസ്ക്രീമും കഴിക്കാമല്ലോ. അർജുനും ശ്രീതുവും വന്നിട്ടുണ്ടായിരുന്നു, ശ്രീതുവാണ് ജയിച്ചത് കേട്ടോ. ശ്രീതു അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവിടെ ജിൻഡപ്പൻ ജയിച്ചിരിക്കുകയാണ്. ജിൻഡപ്പൻ ജയിച്ചതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഈ ഐസ്ക്രീം വീട്ടിൽ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ജിൻഡോ വന്ന് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, എൻ്റെ അമ്മയെ നോക്കുന്നത് അനുജൻ്റെ ഭാര്യ, അനുജൻ്റെ പിള്ളേർക്കൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അർജുൻ വന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയുടെ മക്കൾ വിച്ചു വിക്കു അങ്ങനെ 3 പിള്ളേരെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു ടാസ്ക് കഴിഞ്ഞു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അതിനുശേഷം BB+ ആണ് കേട്ടോ. BB+ നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ആരായി മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഋഷി വന്ന് നോറയാകണമെന്നും ജാസ്മിൻ ജിൻഡോ ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സായി ഗബ്രി നോറ ജിൻഡോ അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീതു പറഞ്ഞു എനിക്ക് നോറയാവണം, അവളെ സൗണ്ട് ഒന്ന് കുറയ്ക്കണം, അവൾ എന്താ പറയേണ്ടത്, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ നമ്മുടെ നോറ. അപ്പോൾ അങ്ങനെ ആ ഒരു റൗണ്ടാണ് കഴിഞ്ഞു പോയത് കേട്ടോ. ജിൻഡോ വന്നിട്ട് നമ്മുടെ നോറയാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ 5 നോമിനേഷൻ വന്നിട്ട് പുറത്ത് പോയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവളുടെ ഇതെന്താന്ന് നോക്കണം. അതിനുശേഷം നമ്മുടെ അഭിഷേക് ജയദേവും ജാസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട്. നിനക്കറിയാവോ ഇവിടെ എന്ത് രീതിയിലാണ് ജിൻഡോ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ജിൻഡോ കോമാളിയാക്കി വെച്ചിരിക്കുകയാണ്. ആര്? നമ്മുടെ സിബിന്. വല്ല ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ, ഇതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സിബിനാണ് എന്ന രീതിയിൽ. അപ്പോൾ സിബിൻ്റെ മനസ്സിലെ ഒരു അഭിഷേക് ജയദേവ് ജാസ്മിനും റൂമിൽ സംസാരിക്കുന്നത് പുറത്തുനിന്ന് കണ്ടിട്ട് നമ്മുടെ സിബിൻ അകത്ത് വന്നിട്ട് പറയട്ടെ, സിബിൻ എടാ അഭിഷേക് ജയദേവേ, ഇവിടെ എന്നറിയാമോ ഇവൾക്ക് ആണെങ്കിൽ തെറ്റ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യില്ല, അവൾ തെറ്റ് സമ്മതിക്കുകയില്ല, ചുമ്മാ ബ്ലാ ബ്ലാ അടിക്കും എന്ന രീതിയിൽ സംസാരിക്കും. ജിൻഡോ ചെറ്റ് ചെയ്യാൽ ഈഗോയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിച്ച് എനർജി വേസ്റ്റ് ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഗബ്രി ജാസ്മിൻ സംസാരിക്കുന്നു. അതായത് നിനക്ക് സിബിൻ ഇവിടെ നിന്ന് ഔട്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മളെ ഗബ്രി ചോദിക്കുന്നുണ്ട്. പറ്റില്ലല്ലോ, പിന്നെ എന്താണ്, അസുഖം വന്ന് സുഖമാവുന്നതിന് മുമ്പേ അസുഖം വരാതെ നമ്മൾ നോക്കുക. ഇവിടെ കുരുട്ട് ബുദ്ധിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് നിനക്കുള്ള പ്രഷർ പോലെ എനിക്കുമുണ്ട്. അപ്പം നീ എന്തായാലും എന്നെ വൃത്തിയില്ലെന്നൊക്കെ അതും സംസാരിച്ച സമയത്ത് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ, നീ റൂമിൽ നിന്ന് ഇറങ്ങിയല്ലേ പോയത് എന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം സിബിനൊക്കെ സംസാരിക്കുന്നു. അവൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരെ വിളിച്ച് വിഷസ് ചെയ്തല്ലോ, അപ്പം തന്നെ അവന് മനസ്സിലായി. അപ്പോൾ അവനൊന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ നാക്കാണ് ശരിയല്ലാത്ത, പക്ഷെ നല്ല ഗെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ഇവിടെ നിന്ന് പോകണം, അറ്റ് എനി കോസ്റ്റ് ഞാൻ അവളെ ഇവിടെ നിന്ന് വിടുമെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ശ്രീരേഖ ഒരു സ്കിറ്റ് പോലെ, അതായത് പിന്നെ രോഹിത്തിൻ്റെ മുറി എവിടെയെന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. ഞാൻ മനുവിൻ്റെ അമ്മയാണ്, ബൈക്ക് ആക്സിഡൻറ്റിൽ മനുവിൻ്റെ മരിച്ചു പോകുന്നു, പിന്നെ ആ ഹൃദയം അടുത്ത് ഈ രോഹത്തിന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വന്നിട്ട് അമ്മ മകൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ശ്രീരേഖ അഭിനയിച്ചു. അവരൊക്കെ പിന്നെ എന്താ പറയണ്ട, അഭിനയ കുലപതികളാണല്ലോ. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശ്രീരേഖ അഭിനയിച്ച് ബാക്കി ഹൗസിലെ അംഗങ്ങളൊക്കെ ജർമ്മനിയൊക്കെ ഇങ്ങനെ കരയുന്ന രീതിയിൽ പോയി. അത്രയ്ക്ക് നല്ല രീതിയിൽ കരഞ്ഞ് അഭിനയിച്ചിട്ട് അമ്മയുടെ റോള്, അമ്മയ്ക്ക് എപ്പോഴും വേണം എന്നെ വന്ന് കാണാമല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ, അമ്മയുടെ മകൻ്റെ ഹൃദയം എൻ്റെ ഇവിടെ ഉണ്ടല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ലക്ഷറി ടാസ്ക്കാണ്, അതായത് പവർ ടീംമാർക്ക് ലക്ഷറി ടാസ്ക്കാണ്. അവർ മാക്സിമം സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ നന്ദനക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്
കേട്ടോ. അപ്പോൾ നന്ദന ഉറങ്ങുന്നുണ്ട്. ജാൻമണി നീ എന്താ ജിൻഡോയെ പറഞ്ഞത്, നീ വാ ജിൻഡോ വാ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ കൊണ്ടുപോയതിന് ശേഷം കേക്ക് വയ്ക്കുന്നു. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ഞാനും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. നന്ദനക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നന്ദന. വിജയ് രമേശ് വ്ളോഗിൽ നിന്നും ഹാപ്പി ബർത്ത്ഡേ നന്ദനയ്ക്ക് വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് കേക്കെല്ലാം കട്ട് ചെയ്തു, ജിൻഡോയ്ക്ക് കൊടുത്തു. ജിൻഡോ അങ്ങോട്ടും എല്ലാവരും ഒരു പരസ്പരം അവിടെ എന്താ പറയണ്ട, അവരെല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ വരുന്ന സമയത്ത് എല്ലാവരും അവിടെ ഗെയിം ടാസ്ക് എല്ലാം മറന്നിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേക്കെല്ലാം കഴിച്ചു. അതിനുശേഷം നന്ദനയുടെ വീട്ടിൽ അമ്മയും അതുപോലെ നന്ദന പഠിക്കുന്ന അക്കൗണ്ടൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഫ്രണ്ട്സും ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്ദന ഭയങ്കര ഹാപ്പിയാണ്. നന്ദനയുടെ അമ്മയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം തുറന്നു നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രീതുവും അർജുനും എന്തോ കട്ട് കഴിക്കുകയാണ്, മീൻസ് ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ അത് കഴിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നിരിക്കുന്നത്. ഇപ്പോൾ പവർ ടീമുകാർ 3 ടാസ്കിൽ 2 ടാസ്ക് വിജയിച്ചിട്ട് പവർ ടീമുകാർ ഇതാ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ്. അപ്പോൾ നാളെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളത്തെ റിവ്യൂമേ കാണാം. അതുവരെ ബൈ ബൈ.